പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമുക്കിന്ന് 11ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ടെക്സ്റ്റിലെ ആദ്യത്തെ ചാപ്റ്റർ സെറ്റ് എന്നുള്ള ചാപ്റ്റർ പഠിച്ചു തുടങ്ങാം. മോഡേൺ മാത്തമാറ്റിക്സിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ സെറ്റ് തിയറി ഉപയോഗിക്കുന്നുണ്ട്. ജർമ്മൻ മാത്തമാറ്റീഷ്യനായ കാൻഡറാണ് മോഡേൺ സെറ്റ് തിയറിയുടെ പിതാവെന്ന് കണക്കാക്കുന്നത്. നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ സെറ്റ് തിയറി തന്നെ പഠിച്ചു തുടങ്ങാം. ചാപ്റ്റർ സെറ്റ്. ആദ്യം ഒരു ഡെഫിനിഷനാണ് വരുന്നത്. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് എന്താണ്? വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ഉദാഹരണം, സിനിമകളുടെ കളക്ഷൻ, ബുക്കുകളുടെ കളക്ഷൻ, റൈറ്റേഴ്സിൻ്റെ കളക്ഷൻ, ഫ്ലവേഴ്സിൻ്റെ കളക്ഷൻ. ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ കളക്ഷൻസിനെ കുറിച്ച്, കളക്ഷൻ ഓഫ് ഓബ്ജക്റ്റുകളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഗണിതശാസ്ത്രത്തിൽ നമ്മൾ സാധാരണ കളക്ഷനല്ല ഉപയോഗിക്കുന്നത്. പകരം വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. എന്താണ് ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് എന്ന് ഡിഫൈൻ ചെയ്യാം. A collection of objects is said to be well defined if it is possible to say without doubt whether a given object belongs to the collection or not. ഞാനൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. A collection of objects is said to be well defined if it is possible to say without doubt whether a given object belongs to the collection or not. ഒരു കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് നമ്മൾ വെൽ ഡിഫൈൻഡ് എന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ ഇതാണ്. ഒരു ഗിവൺ ഓബ്ജക്റ്റ് തന്നാൽ ആ ഓബ്ജക്റ്റ് ആ കളക്ഷനിൽ ഉണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയണം. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഒരു കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് വെൽ ഡിഫൈൻഡ് ആണ് എന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ ഇതാണ്. ഒരു ഓബ്ജക്റ്റ് തന്നാൽ അത് ആ കളക്ഷനിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കണം. അപ്പോഴാണ് നമ്മൾ ആ കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് വെൽ ഡിഫൈൻഡ് ആണ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. ഒന്നാമത്തെ എക്സാമ്പിൾ, കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 7. 7നേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ പരിഗണിക്കുക. ആ കളക്ഷൻ ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷനാണ്. കാരണം 1 അതിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കുണ്ടെന്ന് പറയാം. 2 അതിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉണ്ടെന്ന് പറയാം. 10 അതിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇല്ല എന്ന് പറയാം. അപ്പോൾ ഒരു ഓബ്ജക്റ്റ് അതിലുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇല്ലെന്നോ കൃത്യമായിട്ട് പറയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് 7നേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷനാണ്. വേറൊരു ഉദാഹരണം പറയാം. അതാണ് എഴുതിയിരിക്കുന്നത്. കളക്ഷൻ ഓഫ് natural numbers less than 7 is a well-defined collection of objects. വേറൊരു ഉദാഹരണം പറയാം. collection of all English alphabets is a well-defined collection of objects. ഇംഗ്ലീഷ് ആൽഫബറ്റുകളുടെ കളക്ഷൻ പരിഗണിക്കുക. ആ കളക്ഷൻ ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് ആണ്. കാരണം എക്സ് അതിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉണ്ടെന്ന് പറയാം. എ അതിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഉണ്ടെന്ന് പറയാം. പി അതിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉണ്ടെന്ന് പറയാം. പക്ഷേ 2 അതിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കില്ലെന്ന് പറയാം. അപ്പോൾ ഒരു ഓബ്ജക്റ്റ് എടുത്തിട്ട് അതിലുണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന് ചോദിച്ചാൽ നമുക്കുണ്ടെന്നോ അല്ലെങ്കിൽ ഇല്ലെന്നോ കൃത്യമായിട്ട് പറയാൻ കഴിയുന്നത് കൊണ്ട് അതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് ആണ്. അപ്പോൾ ഞാനിവിടെ 2 കളക്ഷൻസിനെ കുറിച്ച് പറഞ്ഞു. 7നേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ പറയുകയാണെങ്കിൽ അതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് ആണ്. ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൻ്റെ കളക്ഷൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതും ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് ആണ്. ഇനി വെൽ ഡിഫൈൻഡ് കളക്ഷൻ അല്ലാത്ത കളക്ഷന് ഞാൻ ഉദാഹരണം പറയാം. ശ്രദ്ധിക്കാം. ദ കളക്ഷൻ ഓഫ് ഓൾ ഗുഡ് നോവൽസ് ഇൻ മലയാളം ഈസ് നോട്ട് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്. മലയാളത്തിലെ നല്ല നോവലുകളുടെ കളക്ഷൻ, മലയാളത്തിലെ നല്ല നോവലുകളുടെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് അല്ല. കാരണം
ഒരു നോവൽ ആ കളക്ഷനിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇല്ലെന്നോ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. അതുകൊണ്ട് മലയാളത്തിലെ നല്ല നോവലുകളുടെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് അല്ല. വേറൊരു ഉദാഹരണം പറയാം. കളക്ഷൻ ഓഫ് 20 most talented writers in India is not a well-defined collection of objects. ഇന്ത്യയിലെ 20 മോസ്റ്റ് ടാലൻറ്റഡ് റൈറ്റേഴ്സിൻ്റെ കളക്ഷൻ പരിഗണിക്കുകയാണെങ്കിൽ അതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് അല്ല. കാരണം ഒരു ഇന്ത്യക്കാരൻ ആ കളക്ഷനിലുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇല്ലെന്നോ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഈ കളക്ഷൻ ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് അല്ല. അപ്പോൾ എന്താണ് ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് നമ്മൾ വെൽ ഡിഫൈൻഡ് എന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ ഇതാണ്. ഒരു ഗിവൺ ഓബ്ജക്റ്റ്, ഒരു ഓബ്ജക്റ്റ് തന്നാൽ അത് ആ കളക്ഷനിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇല്ലെന്നോ കൃത്യമായിട്ട് പറയാൻ കഴിയണം. അത്തരം കളക്ഷൻസിനെയാണ് നമ്മൾ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഡെഫിനിഷനിലേക്ക് പോകാം. അടുത്ത ഡെഫിനിഷൻ സെറ്റിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് സെറ്റ് എന്ന് പറയുന്നത്? സെറ്റിൻ്റെ ഡെഫിനിഷനാണ് എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്. ഒരു സെറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സിനെയാണ് നമ്മൾ സെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സിനെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. മാത്തമാറ്റിക്സിൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് ആണ്. ഓബ്ജക്ട്സ് ഇൻ എ സെറ്റ് ആർ കോൾഡ് എലമെൻറ്റ്സ് ഓർ മെമ്പേഴ്സ് ഓർ പോയിൻറ്റ്സ് ഓഫ് ദി സെറ്റ്. സെറ്റിലെ ഓബ്ജക്റ്റുകളെ നമ്മൾ എലമെൻറ്റ്സ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ പോയിൻറ്റ്സ് എന്ന് പറയാറുണ്ട്. ഈ വാക്കുകളെല്ലാം ഓർത്തിരിക്കണം. സെറ്റിലെ ഓബ്ജക്റ്റുകളെ നമ്മൾ പറയുന്നത് എലമെൻറ്റ്സ് എന്ന് പറയും, അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ പോയിൻറ്റ്സ് എന്ന് പറയും. ഇത് മൂന്നും നമ്മൾ മാറി മാറി ഉപയോഗിക്കും. ഇപ്പോൾ 7നേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു സെറ്റാണ്. അതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് ആണ്. അതുകൊണ്ട് അതൊരു സെറ്റാണ്. ആ സെറ്റിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 1ഉം 2ഉം 3ഉം 4ഉം 5ഉം 6ഉമാണ് അതിനകത്തെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ആൽഫബറ്റുകളുടെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് ആണ്. അതുകൊണ്ട് അതൊരു സെറ്റാണ്. ആ സെറ്റിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ABCD എക്സെട്ര XYZ ആണ് അതിനകത്തെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത് ശ്രദ്ധിക്കുക. സെറ്റ്സ് ആർ ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. സെറ്റുകളെ സൂചിപ്പിക്കാൻ നമ്മൾ ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് എലമെൻറ്റ്സ് ആർ ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റേഴ്സ്. സാധാരണ സെറ്റുകളെ സൂചിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സെറ്റുകൾക്ക് പേര് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എലമെൻറ്റ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സ്മോൾ ലെറ്റേഴ്സാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇഫ് എ ഈസ് എ സെറ്റ് ആൻഡ് എക്സ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ, ദെൻ ഇൻ സിംബൽസ് വി റൈറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എ. എ ഒരു സെറ്റാണെന്നിരിക്കട്ടെ, എക്സ് അതിലെ ഒരു എലമെൻ്റ് ആണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ആ കാര്യം നമ്മൾ സിംബോളിക്കായിട്ട് എഴുതുന്നത് ഇങ്ങനെയാണ്. എക്സ് ഈ സിംബൽ, ഇത് എപ്സിലോൺ എന്ന് പറയുന്ന ഗ്രീക്ക് ലെറ്ററാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വായിക്കേണ്ടത് എക്സ് എലമെൻറ്റ് ഓഫ് എ എന്നാണ്. എ ഒരു സെറ്റാണ്. എക്സ് എയിലെ ഓബ്ജക്റ്റ് ആണെങ്കിൽ, എയിലെ എലമെൻ്റ് ആണെങ്കിൽ ആ കാര്യം നമ്മൾ സിംബോളിക്കായിട്ട് ഇങ്ങനെ എഴുതും. ഇത് വായിക്കേണ്ടത് എക്സ് എലിമെൻ്റ് ഓഫ് എ എന്ന് വായിക്കണം. റീഡ്സ് ആസ് എക്സ് എലമെൻ്റ് ഓഫ് എ, എക്സ് എലമെൻ്റ് ഓഫ് എ ഓർ എക്സ് ബിലോങ്സ് ടു എ. വായിക്കേണ്ടത് ഈ സിംബൽ നമ്മൾ വായിക്കേണ്ടത് എക്സ് എലിമെൻ്റ് ഓഫ് എ എന്ന് വായിക്കണം, അല്ലെങ്കിൽ എക്സ് ബിലോങ്സ് ടു എ എന്ന് വായിക്കണം. അടുത്ത കാര്യം ശ്രദ്ധിക്കുക. ഇഫ് എ ഈസ് എ സെറ്റ് ആൻഡ് എക്സ് ഈസ് നോട്ട് ആൻ എലിമെൻ്റ് ഓഫ് എ, ദെൻ ഇൻ സിംബൽസ് വി റൈറ്റ് എക്സ് നോട്ട് ആൻ എലിമെൻ്റ് ഓഫ് എ. റീഡ്സ് ആസ് എക്സ് നോട്ട് ആൻ എലിമെൻ്റ് ഓഫ് എ ഓർ എക്സ് ഡസ് നോട്ട് ബിലോങ് ടു എ. എക്സ് ഡസ് നോട്ട് ബിലോങ് ടു എ. അപ്പോൾ ഇവിടെ പറയുന്ന ഒന്നുകൂടെ ശ്രദ്ധിക്കുക. എ ഒരു സെറ്റാണ്,
എക്സ് എയിലെ എലമെൻ്റ് അല്ല എങ്കിൽ, എക്സ് എയിലെ എലമെൻ്റ് അല്ല എങ്കിൽ, എക്സ് എയിലെ ഓബ്ജക്റ്റ് അല്ല എങ്കിൽ ആ കാര്യം നമ്മൾ സിംബോളിക്കായിട്ട് ഇങ്ങനെ എഴുതും: എക്സ് നോട്ട് ആൻ എലിമെൻറ്റ് ഓഫ് എ. നോട്ട് ആൻ എലിമെൻറ്റ് ഇത് വായിക്കേണ്ടത് എക്സ് നോട്ട് ആൻ എലിമെൻറ്റ് ഓഫ് എ എന്ന് വേണം വായിക്കാൻ. അപ്പോൾ എന്താണ് സെറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് സെറ്റ്? സെറ്റ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്. ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സിനെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. സെറ്റിൽ വരുന്ന ഓബ്ജക്റ്റുകളെ നമ്മൾ വിളിക്കുന്ന പേര് എലമെൻറ്റ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് അല്ലെങ്കിൽ പോയിൻറ്റ്സ് ഓഫ് ദ സെറ്റ് എന്നാണ് പറയുന്നത്. സെറ്റിലെ ഓബ്ജക്റ്റുകളെ നമ്മൾ വിളിക്കുന്നത് പേര് എലമെൻറ്റ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് അല്ലെങ്കിൽ പോയിൻറ്റ്സ് എന്നാണ് പറയുന്നത്. സെറ്റുകൾക്ക് പേര് കൊടുക്കാൻ വേണ്ടി നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ക്യാപിറ്റൽ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എലമെൻറ്റ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സ് എയിലെ എലമെൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ സിംബോളിക്കായിട്ട് ഇങ്ങനെ എഴുതും: എക്സ് എലിമെൻറ്റ് ഓഫ് എ. എക്സ് എയിലില്ല എന്നുള്ള കാര്യം നമ്മൾ സിംബോളിക്കായിട്ട് ഇങ്ങനെ എഴുതും: എക്സ് നോട്ട് ആൻ എലിമെൻറ്റ് ഓഫ് എ. ഈ സിമ്പിൾസ് എല്ലാം ഓർത്തിരിക്കണം. എക്സ് എയിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ സിംബോളിക്കായിട്ട് ഇങ്ങനെ എഴുതും. എക്സ് എയിലില്ല എന്നുള്ള കാര്യം നമ്മൾ സിംബോളിക്കായിട്ട് ഇങ്ങനെ എഴുതും: എക്സ് നോട്ട് ആൻ എലിമെൻറ്റ് ഓഫ് എ. നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. ഉദാഹരണം, അടുത്ത കാര്യം ശ്രദ്ധിക്കുക. എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 7 ആണെന്നിരിക്കട്ടെ. എ എന്ന് പറയുന്നത് 7നേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ് ആണെന്നിരിക്കട്ടെ. എക്സ് എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 7 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 1 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ ആണ്. അതുപോലെ 2 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ ആണ്. 3 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ ആണ്. 4 എന്ന് പറയുന്നത് എലമെൻറ്റ് ഓഫ് എ ആണ്. 5 എന്ന് പറയുന്നത് എലമെൻറ്റ് ഓഫ് എ ആണ്. 6 എന്ന് പറയുന്നതും എലമെൻറ്റ് ഓഫ് എ ആണ്. പക്ഷേ 7 നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എ ആണ്. 8 എന്ന് പറയുന്നത് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എ ആണ്. ആ സിമ്പിൾ ഉറപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. എ എന്ന് പറയുന്നത് 7നേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റാണെങ്കിൽ 1 എലമെൻറ്റ് ഓഫ് എ ആണ്, 2 എലമെൻറ്റ് ഓഫ് എ ആണ്. പക്ഷേ 7 നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എ ആണ്. 8 എന്ന് പറയുന്നതും നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എ ആണ്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ്. റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ്, സെറ്റിൻ്റെ റെപ്രസെൻറ്റേഷനിലേക്ക് പോകാം. ശ്രദ്ധിക്കുക. സെറ്റ്സ് ആർ റിട്ടൺ ഇൻ 2 മെത്തേഡ്സ്, നെയിംലി റോസ്റ്റർ മെത്തേഡ് ആൻഡ് റൂൾ മെത്തേഡ്. സെറ്റുകളെ നമ്മൾ എഴുതുന്നത് 2 രീതിയിലാണ്. ഒന്ന് റോസ്റ്റർ രീതിയിലും റോസ്റ്റർ മെത്തേഡും, മറ്റൊന്ന് റൂൾ മെത്തേഡും. ഈ 2 മെത്തേഡും എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ശ്രദ്ധിക്കുക നിങ്ങൾ. റോസ്റ്റർ മെത്തേഡ്. റോസ്റ്റർ മെത്തേഡിൻ്റെ മറ്റൊരു വാക്കാണ് റോസ്റ്റർ മെത്തേഡ് എന്നുള്ളത്. നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, ടാബുലാർ മെത്തേഡ് എന്നും പറയാറുണ്ട്. റോസ്റ്റർ മെത്തേഡ് അഥവാ ടാബുലാർ മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് എ സെറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ലിസ്റ്റിംഗ് ഇറ്റ്സ് എലിമെൻറ്റ്സ്, സെപ്പറേറ്റിംഗ് ദ എലിമെൻറ്റ്സ് ബൈ കോമാസ് ആൻഡ് എൻക്ലോസിംഗ് ദം വിത്തിൻ കേർലി ബ്രാക്കറ്റ്സ്. അപ്പോൾ സെറ്റുകളെ നമ്മൾ 2 രീതിയിലാണ് എഴുതുന്നത്. ഒന്ന് റോസ്റ്റർ രീതിയിലും റോസ്റ്റർ മെത്തേഡും, മറ്റൊന്ന് റൂൾ മെത്തേഡും. ഈ റോസ്റ്റർ മെത്തേഡിൽ ഒരു സെറ്റിനെ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. ആ സെറ്റിനകത്തുള്ള എലമെൻറ്റ്സ് നമ്മൾ നിരത്തി എഴുതും, കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യും, അതിനുശേഷം കേർലി ബ്രാക്കറ്റ്സ് ഉപയോഗിച്ച് എൻക്ലോസ് ചെയ്യും. അപ്പോൾ സെറ്റുകളെ നമ്മൾ 2 രീതിയിലാണ് എഴുതുന്നത്. ഒന്ന് റോസ്റ്റർ മെത്തേഡ്, 2 റൂൾ മെത്തേഡ്. റോസ്റ്റർ മെത്തേഡിനെ നമ്മൾ ടാബുലാർ മെത്തേഡ് എന്നും പറയാറുണ്ട്. റോസ്റ്റർ മെത്തേഡിൽ ഒരു സെറ്റ് എഴുതുന്നത് ഇങ്ങനെയാണ്. അതിനകത്തെ എലമെൻറ്റ്സ് നമ്മൾ നിരത്തി എഴുതുക, കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുക, കേർലി ബ്രാക്കറ്റ്സ് ഉപയോഗിച്ച് എൻക്ലോസ് ചെയ്യുക. ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമാകും. എ എന്ന് പറയുന്നത് 5നേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റാണെന്നിരിക്കട്ടെ. ലെറ്റ് എ ഈക്വൽസ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5. ലെറ്റ് എ ഈക്വൽസ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5. Then set A is written in roster form as follows. എ എന്ന് പറയുന്നത് 5നേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റാണെങ്കിൽ ആ സെറ്റിനെ നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതുന്നത് ഇങ്ങനെയാണ്. ആ സെറ്റിൽ വരുന്ന എലമെൻറ്റ്സ് എല്ലാം നിരത്തി എഴുതും. എ 5നേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റാണെങ്കിൽ എയിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 1ഉം 2ഉം 3ഉം 4ഉമാണ്. അപ്പോൾ ആ എലമെൻറ്റ്സ് നമ്മൾ നിരത്തി എഴുതും, കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യും, ഈ പ്രത്യേകതരം ബ്രാക്കറ്റുകൾ ഉപയോഗിച്ച് എൻക്ലോസ് ചെയ്യും. ഇതിനെ കേർലി ബ്രാക്കറ്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. കേർലി ബ്രാക്കറ്റ്സ് ഉപയോഗിച്ച് നമ്മൾ എൻക്ലോസ് ചെയ്യും. അപ്പോൾ ഒരു സെറ്റിനെ നമ്മൾ റോസ്റ്റർ രീതിയിൽ എഴുതുന്നത് ഇങ്ങനെയാണ്. എലമെൻറ്റ്സ് നിരത്തി എഴുതും,
കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യും, പിന്നെ കേർലി ബ്രാക്കറ്റ്സ് ഉപയോഗിച്ച് എൻക്ലോസ് ചെയ്യും. അടുത്തത് റൂൾ മെത്തേഡ്. റൂൾ മെത്തേഡിനെ സെറ്റ് ബിൽഡർ മെത്തേഡ് എന്നും പറയാറുണ്ട്. റൂൾ മെത്തേഡ് അഥവാ സെറ്റ് ബിൽഡർ മെത്തേഡ്. റൂൾ മെത്തേഡ് അഥവാ സെറ്റ് ബിൽഡർ മെത്തേഡ്. എന്താണ് റൂൾ മെത്തേഡ് എന്ന് മനസ്സിലാക്കാം. ഇൻ ദിസ് മെത്തേഡ് എ സെറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സ്റ്റേറ്റിംഗ് ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ഇറ്റ്സ് എലിമെൻറ്റ്സ്. റൂൾ മെത്തേഡിൽ എ സെറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സ്റ്റേറ്റിംഗ് ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ദ എലിമെൻറ്റ്സ്. എങ്ങനെയാണ് ഒരു സെറ്റിനെ റൂൾ മെത്തേഡിൽ എഴുതുന്നതെന്ന് ഞാനൊരു ഉദാഹരണം എടുത്ത് പറയാം, ശ്രദ്ധിക്കാം. അപ്പോൾ റൂൾ മെത്തേഡിൽ ഒരു സെറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്റ്റേറ്റിംഗ് ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ഇറ്റ്സ് എലിമെൻറ്റ്സ് ആണ്. അതെന്താണെന്നുള്ളതൊരു എക്സാമ്പിൾ എടുത്ത് ഞാൻ പറയാം. എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5 ആണെന്നിരിക്കട്ടെ. എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5 ആണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഈ സെറ്റിനെ നമ്മൾ റൂൾ മെത്തേഡിൽ എഴുതുന്നത് ഇങ്ങനെയാണ്. സെറ്റ് എ ഈസ് റിട്ടൺ ഇൻ റൂൾ മെത്തേഡ് ആസ് ഫോളോസ്. ഈ സെറ്റിനെ നമ്മൾ റൂൾ മെത്തേഡിൽ എഴുതുന്നത് ഇങ്ങനെയാണ്. എ ഈക്വൽസ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5. റൂൾ മെത്തേഡിലാണ് എഴുതുന്നതെങ്കിൽ നമ്മൾ തുടങ്ങേണ്ടത് ഇങ്ങനെയാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, അതിനുശേഷം ആ സെറ്റിൽ വരുന്നവരുടെ പൊതു സ്വഭാവം സ്റ്റേറ്റ് ചെയ്താൽ മാത്രം മതി, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതിയാൽ മതി. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5. അപ്പോൾ ഇത് വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. സെറ്റ് ഓഫ് ഓൾ റീഡ്സ് ആസ് എ ഈക്വൽസ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5. അപ്പോൾ സെറ്റുകളെ നമ്മൾ റൂൾ മെത്തേഡിൽ എഴുതുന്നത് ഇങ്ങനെയാണ്. ഇൻ റൂൾ മെത്തേഡ് എ സെറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സ്റ്റേറ്റിംഗ് ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ഇറ്റ്സ് എലിമെൻറ്റ്സ്. ഉദാഹരണം, 5 ചെറിയ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിനെ നമ്മൾ റൂൾ ഫോമിൽ എഴുതുന്നത് ഇങ്ങനെയാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, ഇത് വായിക്കേണ്ടത് എങ്ങനെയാണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5. ഏത് സെറ്റാണേലും റൂൾ ഫോമിൽ എഴുതുമ്പോൾ തുടങ്ങേണ്ടത് ഇങ്ങനെയാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5. വായിക്കേണ്ടത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരു കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് നമ്മൾ വെൽ ഡിഫൈൻഡ് എന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ ഇതാണ്. ഒരു ഗിവൺ ഓബ്ജക്റ്റ് തന്നാൽ അത് ആ കളക്ഷനിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇല്ലെന്നോ കൃത്യമായിട്ട് പറയാൻ കഴിയണം. അങ്ങനെയുള്ള കളക്ഷൻ ഓഫ് ഓബ്ജക്റ്റുകളെയാണ് നമ്മൾ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് എന്ന് പറയുന്നത്. എന്താണ് സെറ്റ് എന്ന് പറഞ്ഞു? സെറ്റ് എന്ന് പറയുന്നത് ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സിനെയാണ് നമ്മൾ സെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് ആണ്. ഇനി ഒരു സെറ്റിലെ ഓബ്ജക്റ്റുകളെ നമ്മൾ വിളിക്കുന്ന പേര് എലമെൻറ്റ്സ് എന്ന് വിളിക്കാറുണ്ട്, മെമ്പേഴ്സ് എന്ന് വിളിക്കാറുണ്ട്, പോയിൻറ്റ്സ് എന്ന് വിളിക്കാറുണ്ട്. സെറ്റിലെ ഓബ്ജക്റ്റുകളെ വിളിക്കുന്ന പേര് എലമെൻറ്റ്സ് അഥവാ മെമ്പേഴ്സ് അഥവാ പോയിൻറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ സെറ്റുകളെ നമ്മൾ റൈറ്റ് ചെയ്യുന്നത് 2 രീതിയിലാണ്. ഒന്ന് റോസ്റ്റർ രീതിയിലും 2 റൂൾ രീതിയിലും. റോസ്റ്റർ മെത്തേഡ്, റൂൾ മെത്തേഡ്, ആ 2 മെത്തേഡുകളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. 1 or 2 തവണ ഈ വീഡിയോ കാണുക. അതിനുശേഷം ആ വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ നോട്ട്സ് എഴുതിയെടുക്കുക. ആ വിവരം എന്നെ അറിയിക്കുക. അത് പഠിച്ചു മാറുക, എന്നിട്ട് ആ വിവരം എന്നെ അറിയിക്കുക. ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗം നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു.